കൊച്ചിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത മഹാപഞ്ചായത്ത് കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDF പ്രവർത്തകരുടെയും പ്രത്യേകിച്ച് കോൺഗ്രസുകാരുടെയും ആവേശം ഒന്നുകൂടി ഉണർത്തുന്നതായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ആശംസകൾ നേർന്നിട്ടാണ് രാഹുൽ ഗാന്ധി തിരികെ പോയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ചരിത്ര വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന്റെ മുന്നോടി എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും UDFന്റെയും ശബ്ദം ഒരു മഹാശബ്ദമായി മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്ത കേരള സർക്കാർ ജനങ്ങൾക്ക് കയ്യെത്തും ദൂരത്തുള്ള UDF സർക്കാർ ആയിരിക്കുമെന്ന് വിജയാഘോഷത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയും ചെയ്തു. BJPയും RSSും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്തിന്റെ സമ്പത്തും അഭിമാനവും ഏതാനും കോർപ്പറേറ്റുകളിലേക്ക് ഒതുക്കാനാണ് കേന്ദ്ര ഭരണകൂടത്തിന്റെ നീക്കം. ഇതിനായി ജനാധിപത്യത്തെ നിശബ്ദമാക്കാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ മലയാളിയുടെയും കേരളത്തിൻ്റെയും ശബ്ദത്തെ നിശബ്ദമാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാണിച്ചു കൊടുത്തതായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. കേരളത്തിലെ യുവജനങ്ങൾ നേരിടുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച് രാഹുൽ ഗാന്ധി കടുത്ത ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ജോലി ലഭിക്കാത്തതിനാൽ നാട് വിടുന്നു. വിദേശത്തേക്ക് പോകുന്നത് നിർബന്ധിതമായ ഒരു അവസ്ഥയായി മാറി. അതങ്ങനെ ആകരുത്. UDF അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നതാണ് പ്രധാനം. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വ്യക്തമായ പദ്ധതികൾ UDF സർക്കാർ മുന്നോട്ട് വയ്ക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അതിനായുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയായിരിക്കണം ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും പ്രവർത്തന മൂലധനമെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കാൻ മറന്നുമില്ല. കേരളവുമായുള്ള തന്റെ ബന്ധം കേവലം രാഷ്ട്രീയമല്ല, അത് വയനാട് വഴിയുള്ള ഹൃദയത്തിന്റെ ഭാഗമായ ബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനും UDFനും എല്ലാവിധ വിജയാശംസകളും രാഹുൽ ഗാന്ധി നേരുകയും ചെയ്തു. ഇതോടെ മഹാപഞ്ചായത്തിൽ പങ്കെടുത്ത എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ പുത്തൻ ആവേശമായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ. ഇനി പ്രവർത്തിച്ച് കാണിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള കേരളത്തിലെ നേതാക്കൾ അണികളോട് ആവശ്യപ്പെട്ടത്. രാഹുൽ ഗാന്ധി എന്ത് വിഭാവനം ചെയ്യുന്നോ അത് നടപ്പാക്കി കേരളം മാതൃക കാട്ടണം. കോൺഗ്രസിന്റെ യശസ് അങ്ങനെ രാജ്യമെമ്പാടും ഉയർത്തണം. കേരളം കോൺഗ്രസിന് എവിടെ പോയാലും, രാജ്യത്തെ ഏത് മുക്കിലും മൂലയിലും പോയാലും പറയാനുള്ളൊരു മാതൃകയായി മാറണമെന്നും കോൺഗ്രസ് നേതാക്കൾ അണികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.